1913 ഫിലാഡൽഫിയയിൽ വെച്ച് നടന്ന വളരെ മനോഹരമായ ഒരു ചെസ് ഗെയിം കണ്ടാലോ. വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഗെയിമാണ്. ഇവിടെ വൈറ്റ് കളിക്കുന്ന പ്ലെയർ സ്കീം, ബ്ലാക്ക് കളിക്കുന്ന ഡെയ്ക്കോൺ എന്ന് പറഞ്ഞ പ്ലെയറുമാണ്. E4 വെച്ച് കളി തുടങ്ങുന്നു വൈറ്റ്. ബ്ലാക്ക് E5 കളിക്കുന്നു. നൈറ്റ് F3, പോൺ ടു D6, D4, പോൺ ടു F5. ഇതാണ് ആദ്യത്തെ സർപ്രൈസ്. ഇതത്ര കറക്റ്റ് മൂവ് ഒന്നുമല്ല. ഇതിനെ നമ്മൾ ഫിൽഡോർ ഡിഫൻസിൻ്റെ കൗണ്ടർ ഗാംബിറ്റ് എന്നാണ് വിളിക്കുന്നത്. പോൺ ടു F5 ഇവിടെ കിങ് ബ്ലാക്കിൻ്റെ കിങ് സൈഡ് വീക്കൻ ചെയ്യുന്നത് തന്നെയാണ്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് പോൺ ടേക്സ് പോണാണ്. ഇവിടെ വേണമെങ്കിൽ ഈ ഒരു പോൺ ടേക്സ് പോണിന് പകരം വേണമെങ്കിൽ ടേക്സ് F5 കളിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ വൈറ്റ് പേടിച്ചത് പോൺ E4 എന്നുള്ള മൂവാണ്. ഈ നൈറ്റിന് രക്ഷപ്പെടേണ്ടി വരുമോ എന്നുള്ള മൂവാണ്. പക്ഷേ ഗെയിമിൽ പോൺ ടേക്സ് പോൺ ടേക്സ് കളിച്ച് ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് G5 കളിച്ച് പോണിനെ തിരികെ അറ്റാക്ക് ചെയ്യുന്നു. D5 ആ പോണിന് പ്രൊട്ടക്ഷൻ നൽകുകയാണ്. നൈറ്റ് C3 കളിച്ച് D5 പോണിലേക്ക് ക്യൂനും നൈറ്റ് രണ്ടും കൂടെ അറ്റാക്ക് ചെയ്യുകയാണ്. ബിഷപ്പ് B4 നൈറ്റിനെ ഇപ്പോൾ പിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ നൈറ്റ് വന്നിട്ട് വെട്ടാൻ പറ്റില്ല. E6 വളരെ ഷോർട്ടും പവർഫുൾ ആയിട്ടുള്ളൊരു മൂവാണ്. ഈ മൂവിൻ്റെ ഐഡിയ നൈറ്റിന് F7 വരുമ്പോൾ ആ ഒരു പോൺ പ്രൊട്ടക്ഷൻ നൽകും. ബ്ലാക്ക് എങ്ങനെയാണ് ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്? പോൺ ടേക്ക്, ഇവിടെ ബിഷപ്പ് ടേക്സ് നൈറ്റ്, പോൺ ടേക്സ് നൈറ്റ് H6. അപ്പോൾ നൈറ്റ് H6 കളിച്ച് തൽക്കാലം F7 ഇപ്പോൾ പെട്ടെന്ന് നൈറ്റ് ഇവിടെ കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വെട്ടിയെടുക്കാം. ആൻഡ് ജസ്റ്റ് കിങ് ടേക്സ്, ഇവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ വൈറ്റ് പ്ലെയർ നൈറ്റിനെ F7 പോകുന്നതിന് വരും ആദ്യം കളിക്കുന്നത് ക്യൂൻ H5 ചെക്കാണ്. ഇപ്പോൾ ക്യൂൻ H5 ചെക്കിന് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? D7 പോകാൻ പറ്റില്ല. വേണമെങ്കിൽ E7 പോകാം, അല്ലെങ്കിൽ F8 പോകാം. പക്ഷേ ഇതെല്ലാം ലൂസിങ് ആണ്. ഓഫ് കോഴ്സ് G6 കളിച്ച് കഴിഞ്ഞാൽ ഈ നൈറ്റ് ഇവിടെ വെറുതെ പോകും. അതുകൊണ്ട് വൈറ്റ് എന്തായാലും ഈസിലി ജയിക്കും. ഗെയിമിൽ കിങ് F7, ഇവിടെ കിങ് F8 ആണ് പോകുന്നത്. ഇവിടെ ബിഷപ്പ് ടു A3 ചെക്ക്. ഇവിടെ ശ്രദ്ധിക്കണം, കിങ്ങിന് ഇടത്തോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്താണ്? ക്യൂൻ അവിടെ ഉണ്ട്. ക്യൂൻ ഗാർഡ് സ്ക്വയർ, താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. നൈറ്റ് മൂന്നും ആ പോണും ഉണ്ട്. അപ്പോൾ ഇവിടെ കിങ് G8. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് കിങ് G8 ഇവിടെ സേഫ് ആണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവിടെ വൈറ്റിന് വളരെ മനോഹരമായൊരു ഷോർട്ട് കോമ്പിനേഷൻ ഉണ്ട് ഇവിടെ മേറ്റ് ചെയ്യാനുള്ള. ക്യൂൻ F7 ചെക്ക്. അപ്പോൾ ഫോഴ്സ്ഡ് ആണ്, ഈ നൈറ്റ് വെച്ച് എടുത്തേ പറ്റൂ. പോൺ ടേക്സ് F7 ഒരു മനോഹരമായ ചെക്ക് ആണ്. ഇനി ഈ ചെക്ക് മേറ്റിനെ വളരെ ഫേമസ് ആയിട്ട് പിന്നീട് ഒരു പേരിട്ടു. ഇതിനെ ദാവീദ് ആൻഡ് ഗോലിയ ചെക്ക് മേറ്റ് എന്ന് പിന്നീട് അറിയപ്പെട്ടു. നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.